എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷിലെ സിനോണിംസ് ആണ് കേട്ടോ. അപ്പൊ സിനോണിംസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയും കൂടെ കാണാം കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിനോണിംസ് ആണ്. അപ്പൊ PYQ ആണ് കേട്ടോ. കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള PYQ ആണ്. അപ്പൊ സമയം ഒട്ടും കളയണ്ട, നമുക്ക് തുടങ്ങാം അല്ലെ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ നമ്മൾ 30 വേർഡ്സ് നോക്കി. ഇന്ന് നെക്സ്റ്റ് തൊട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. ഇംപെഡിമെന്റ്, വേഗം പറ. SCRT-യിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. SCRT-ക്ക് അതിന്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, വേഗം പറഞ്ഞോളൂ. ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എന്താണ്? ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു ബാരിയർ അല്ലെ, ഒരു ബാരിയർ, ഒരു തടസ്സം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇംപെഡിമെന്റ്. ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാരിയർ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ, ഒരു തടസ്സം എന്നുള്ള ഒരു മീനിങ് ആണ്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഇംപെഡി എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയായിട്ട് ഓർക്കാം അല്ലെ. ഒരു തടസ്സം വരുമ്പോ അല്ലെങ്കിൽ ഒരു ബാരിയർ ഒക്കെ വന്നു കഴിയുമ്പോൾ, ഒരു ഒബ്സ്റ്റക്കിൾ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു പേടി വരും എന്ന് ഓർക്കാം. ഇപ്പൊ റോട്ടിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോണ സമയത്ത് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു ഒബ്സ്റ്റക്കിൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയാന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാരിയർ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ ആണ്. ഓക്കെ, പഠിച്ചല്ലോ. അടുത്ത വേർഡിലേക്ക് കയറാം. നെക്സ്റ്റ് ഷാക്കിൾ. ഷാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും SCRT ആണ്. SCRT-യും PYQ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഷാക്കിൾ എന്ന് പറഞ്ഞാൽ ബോണ്ടേജ് ആണ്. ബോണ്ടേജ്. ഷാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോണ്ടേജ് ആണ് കേട്ടോ. ബോണ്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ കീഴില് അല്ലെ, ഒരു എന്താ പറയാ, ഒരു സ്ലേവറി എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഒരാളുടെ കീഴിലാവുക. ഓക്കെ, അപ്പൊ ഷാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണ്ടേജ്. ബോണ്ടേജ് ഒന്ന് പഠിച്ചേക്കുക കേട്ടോ. അടുത്തതിലേക്ക് കയറാം. നെക്സ്റ്റ് ടെതർ. ടെതർ എന്ന് പറഞ്ഞാൽ എന്താ? ടെതർ. ടെതർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെതറിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. റോപ്പാണ്. കൂട്ടി യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ റോപ്പ് എന്നുള്ളൊരു മീനിങ് ആണ് ടെതർ കേട്ടോ. നമ്മുടെ മൊബൈലിലാണെങ്കിലൊക്കെ നമുക്കുണ്ടല്ലോ ടെതറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു റോപ്പ് കൂട്ടി യോജിപ്പിക്കുന്ന എന്നൊരു മീനിങ് ആണ് ടെതർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്ലംബർ. സ്ലംബർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലംബർ. SCRT ആണ് വീണ്ടും, വേഗം പറഞ്ഞോളൂ. സ്ലംബർ. സ്ലംബർ എന്ന് പറഞ്ഞാൽ ടു ബി പുവർ ആണ്. ഓക്കെ, പാവപ്പെട്ടിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് സ്ലംബർ. ഓക്കെ, നമുക്ക് സ്ലം ഒക്കെ ഓർക്കാം അല്ലെ. സ്ലം, സ്ലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ സ്ലം ഡോഗ് മില്ലിനിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് പോവേർട്ടി ആയിട്ടൊക്കെ കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ സ്ലംബർ എന്ന് പറഞ്ഞാൽ ടു ബി പുവർ ആണ്. അടുത്ത വെക്സ് ആണ്. വെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെക്സ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ. വെക്സ് എന്താണ്? വെക്സ്, വെക്സ് ഇറ്റ് മീൻസ് വറീഡ് ആയിട്ടുള്ള അല്ലെ. വറീഡ് ആയിട്ടുള്ള, ടെൻഷൻ അടിച്ചിട്ടുള്ള, വറീഡ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് വെക്സ്. നമുക്ക് ജസ്റ്റ് വിക്സ് ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെ. നമ്മൾ നെറ്റിയിലൊക്കെ പുരട്ടണ വിക്സ്, ഈ വിക്സ് ഒക്കെ നമ്മൾ എപ്പോഴാ പുരട്ടുക? നമുക്ക് കുറച്ച് ടെൻഷൻ വരുമ്പോ അല്ലെങ്കിൽ വറീഡ് ആവുമ്പോ എന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ വെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വറീഡ് ആണ്. വെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വറീഡ്. ഓക്കെ, അടുത്ത് നോക്കാം. മീക്ക്. ഇതൊക്കെ SCRT ആണ്. മീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മീക്ക്, മീക്ക് എന്ന് പറഞ്ഞാല് ഹമ്പിൾ ആയിട്ടുള്ള, ഓക്കെ, വളരെ ക്വൈറ്റ് ആയിട്ടുള്ള, ഹമ്പിൾ ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. ക്വൈറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? QUIET ആണ് അല്ലെ. ക്വൈറ്റ്. അപ്പൊ നമുക്ക് രണ്ട് ക്വൈറ്റ് ഉണ്ട്. QUIET എന്ന് പറഞ്ഞാൽ എന്താ? സൈലന്റ് എന്നുള്ളൊരു മീനിങ് അല്ലെ. ഐയും ഈ ഒക്കെ അടുപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം കേട്ടോ. അപ്പൊ ക്വൈറ്റ് ആണ്, ഹമ്പിൾ. മീക്ക് എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ആയിട്ട്, കാം ആയിട്ട്, ഹമ്പിൾ ആയിട്ട് എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. പെട്ടുവസ് എന്ന് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് അല്ലെ. പെട്ടുവസ്. പെട്ടുവസ് പെട്ടെന്ന് തന്നെ, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അല്ലെ. പെട്ടുവസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആണ് അല്ലെങ്കിൽ ക്വിക്ക് ആണ്. നമ്മൾ ഇന്നലെ ക്വിക്ക് എന്നുള്ളൊരു മീനിങ് വരുന്ന ഒരു വേർഡ് പഠിച്ചിരുന്നല്ലോ. എന്തായിരുന്നു അത്? വേഗം പറഞ്ഞേ. എജൈൽ അല്ലെ. ജയില് ചാടുന്ന വളരെ ക്വിക്ക് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് മീക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഹമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് റോ. റോന്റെ സിനണിം എന്താ? റോ. ROW. റോ എന്ന് പറഞ്ഞാൽ എന്താ? റോ എന്ന് പറഞ്ഞാല് ക്വാറലാണ്, തല്ല് പിടിക്കുക. ഓക്കെ, ക്വാറൽ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് റോ. ഓക്കെ, ക്വാറൽ. അപ്പൊ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല, നമ്മൾ ഈ റോല്, ഇന്ന റോല് എനിക്ക് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും തല്ല് പിടിച്ചിട്ടുണ്ടാവും. എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ എന്താ? ക്വാറൽ, തല്ല് പിടിക്കുക. ഇന്ന റോയിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് തല്ല് പിടിച്ചു എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻക്രെഡുലസ്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രെഡുലസ് ഇമ്പോർട്ടന്റ് ആണ്. PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്.
ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാല് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇവിടെ ചിലപ്പോൾ കുറച്ചേരെങ്കിലും നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന, അതാണ് ക്രെഡുലസ്. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നവരുണ്ടല്ലോ, അതിനാണ് ക്രെഡുലസ് എന്ന് പറയാം. ക്രെഡുലസ്. ഇത് ഇൻക്രെഡുലസ് ആണ്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് വിശ്വസിക്കാത്ത, അതായത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള. ഓക്കെ, ഡൗട്ട്ഫുൾ. ഡൗട്ട്ഫുളിന്റെ ഡൗട്ടിന്റെ സ്പെല്ലിംഗ് നോക്കി ഒരു ബി ഒക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോണേ. അപ്പൊ ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡൗട്ട്ഫുൾ. ഓക്കെ, ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ വൺ ഹു ബിലീവ്സ് ഈസിലി, അല്ലെങ്കിൽ ടു ബിലീവ് ഈസിലി ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ബോൾഡർ, SERT ആണ്. ബോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾഡർ, ഇറ്റ് മീൻസ് മാസീവ് റോക്സ് അല്ലെ, വലിയ വലിയ റോക്കുകളെയാണ് നമ്മൾ എന്ത് പറയാ, ബോൾഡർ എന്ന് പറയാ കേട്ടോ. ബോൾഡർ എന്ന് പറയാ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാഹുബലി ഫിലിമിനകത്ത് ബാഹുബലി ഇങ്ങനെ ഷോൾഡറിൽ വലിയ വലിയ റോക്സ് ഒക്കെ വെച്ച് പോണതായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. അപ്പൊ ഷോൾഡർ പോലെ ഓർക്കാം, ഷോൾഡറിൽ വലിയ റോക്സ് വെച്ചു എന്ന് ഓർക്കാം. ഓക്കെ, പാറക്കല്ല് പോലെ. അപ്പൊ ഷോൾഡർ അല്ല, ബോൾഡർ ആണ്. ബോൾഡർ ഇറ്റ് മീൻസ് മാസീവ് റോക്സ് ആണ്. ഓക്കെ, മാസീവ് റോക്സ്. നെക്സ്റ്റ് ഇസ് നമ്മുടെ 40th ക്വസ്റ്റ്യൻ. സാൽവർ. സാൽവർ എന്ന് പറഞ്ഞാൽ എന്താ? സാൽവർ, SERT ആണ്. വീണ്ടും പറഞ്ഞോളൂ, സാൽവർ. സാൽവർ എന്ന് പറഞ്ഞാല് ട്രേ ആണ് കേട്ടോ. ട്രേ ആണ്. ട്രേനെയാണ് നമ്മൾ എന്ത് പറയാ? സാൽവർ എന്ന് പറയാ. സാൽവർ എന്ന് പറഞ്ഞാല് ട്രേ ആണ്. ഇപ്പൊ സാൽവർ എന്ന് പറയുമ്പോ 4 പേരെന്നൊക്കെ പറയാൻ പറ്റുമോ? 4 പേര്. 4 പേരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മൾ ട്രേയില് ആയിരിക്കും ചായയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഫുഡൊക്കെ കൊടുക്കാന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ സാൽവർ എന്ന് പറയുമ്പോ 4 പേര് ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. സാൽവർ ട്രേ, സാൽവർ ട്രേ. അപ്പൊ നമുക്ക് ഈ 10 ക്വസ്റ്റ്യൻസ് ഒന്ന് സ്പീഡിൽ നോക്കാം അല്ലെ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഫ്രം ഫസ്റ്റ്, ഇംപെഡിമെന്റ്. ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാല് ബാരിയർ അല്ലെങ്കിൽ ഒബ്സ്റ്റിക്കിൾ ആണ് അല്ലെ. നമുക്ക് പേടി വരും, ബാരിയർ വന്നു കഴിയുമ്പോൾ പേടി വരും എന്ന് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ ഷാക്കിൾ എന്ന് പറഞ്ഞാൽ ബോണ്ടേജ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ഷാക്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ബോണ്ടേജ്. ടെതർ ചെയ്യാന്ന് പറഞ്ഞാൽ റോപ്പ് ചെയ്യുക അല്ലെ, കണക്ട് ചെയ്യിപ്പിക്കുക, റോപ്പ് ചെയ്യുക. ഓക്കെ. സ്ലംബർ, സ്ലംബർ എന്ന് പറഞ്ഞാൽ ടു ബി പുവർ ആണ്, സ്ലം ആയിട്ട് ഓർത്ത് വെക്കാം. വെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്സ് ആയിട്ട് ഓർത്ത് വെക്കാം. എന്താ? വറീഡ് എന്നുള്ളൊരു രീതിയിൽ ഓർത്ത് വെക്കാം. വെക്സ് ഇറ്റ് മീൻസ് വറീഡ്. മീക്ക് എന്ന് പറഞ്ഞാൽ ഹംബിൾ ആണ്, അല്ലെങ്കിൽ ക്വൈറ്റ് ആണ് കേട്ടോ. ഇനി പെട്ടുവസ് എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്ക് ആയിട്ടുള്ള, എജൈൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹേസ്റ്റി നമുക്ക് പറയാം അല്ലെ. ബസ്സിൽ നിന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു, വളരെ ബിസി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള. ഇനി റോ എന്ന് പറഞ്ഞാൽ ദാറ്റ് സ്ക്വാറൽ ആണ്. റോ എന്ന് പറഞ്ഞാൽ സ്ക്വാറൽ. ഇൻക്രെഡുലസ്, ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള. ഓക്കെ, ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? ഡൗട്ട്ഫുൾ. ബൗൾഡർ എന്ന് പറഞ്ഞാൽ മാസീവ് റോക്സ് ആണ്. ബൗൾഡർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് മാസീവ് റോക്സ്. സാൽവർ നമ്മൾ പറഞ്ഞു 4 പേര് എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർക്കാൻ പറ്റും നോക്കുക അല്ല. സാൽവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ട്രേ ആണ്, SERT ആണ് കേട്ടോ. അടുത്ത് നോക്കാം, ക്ലാമർ. ക്ലാമർ എന്നുള്ള വാക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. വാട്ട് ഇസ് ഇറ്റ്? ക്ലാമർ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാമർ എന്ന് പറഞ്ഞാൽ നോയ്സി ആണ്. എന്താണ്? ക്ലാമർ എന്ന് പറഞ്ഞാൽ നോയ്സി ആണ് കേട്ടോ, വളരെ ബഹളം വെക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ക്ലാമർ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ബോയിസ്റ്ററസ് എന്ന് പറയാം. ബോയിസ്റ്ററസ്, ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ബോയിസ്റ്ററസ്. ബോയിസ്റ്ററസ് എന്ന് പറഞ്ഞാലും സെയിം തിങ് ഇറ്റ് സെൽഫ്. എന്താണ്? നോയ്സി എന്നുള്ളൊരു മീനിങ് ആണ് ബോയിസ്റ്ററസ് കേട്ടോ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് ആരെങ്കിലൊക്കെ നമ്മൾ ഭയങ്കര ഗ്ലാമർ ആണെന്ന് പറഞ്ഞു വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്ത് പറയും? കുറച്ചും കൂടെ ഉറക്കെ പറയൂ അല്ലെ, 4 ആൾക്കാരും കൂടെ കേൾക്കട്ടെ, നോയ്സി ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. കുറച്ചും കൂടെ ഉറക്കെ പറയൂ, അങ്ങനെ നമുക്ക് നോയ്സി ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ക്ലാമർ അല്ലെങ്കിൽ ക്ലാമറസ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. ക്ലാമർ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? നോയ്സി, നോയ്സി. അതേപോലെ തന്നെ ബോയിസ്റ്ററസ്, അതിന്റെ വേറൊരു സിനോണിം ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു വേർഡ് ആണ് ബോയിസ്റ്ററസ്. ബോയിസ്റ്ററസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം തിങ് ഇറ്റ് സെൽഫ്, നോയ്സി, ബഹളം വെക്കുന്ന. ഈ ബോയിസ്റ്ററസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോയ്സിന് സ്ട്രെസ് വരുമ്പോ അവര് ഒരുപാട് ബഹളം വെക്കും, നോയ്സ് വെക്കും എന്നൊക്കെ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ബോയിസ്റ്ററസ് പഠിച്ചല്ലോ, ക്ലാമർ, നോയ്സി, അതേപോലെ തന്നെ ബോയിസ്റ്ററസ്. ഇനി നെക്സ്റ്റ് ഗ്യാരുലസ്. എന്താ ഗ്യാരുലസ് എന്ന് പറഞ്ഞാല്? ഗ്യാരുലസ് ധാരാളം സംസാരിക്കുന്ന കേട്ടോ. വെർബോസ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, വെർബോസ് എന്ന് പറഞ്ഞാൽ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൊക്കേഷ്യസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ലോക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന എന്നൊക്കെ ഓർക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ ഗ്യാരുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൊക്കേഷ്യസ് അല്ലെങ്കിൽ വെർബോസ് എന്നൊക്കെ ഉള്ളതാണ്. അതിന്റെ ആന്റണിയം ആയിട്ട് പറയാവുന്ന കുറച്ച് വേർഡുകളാണ് ഇതിന് താഴെ കൊടുത്തിട്ടുള്ളത്. ടാസിറ്റേൺ, എല്ലാവരും പഠിച്ചൊക്കെ ഒന്ന് മെമ്മറിയിലോട്ട് കൊണ്ടുവന്നേ. ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? മിതഭാഷി അല്ലെ. അവരുടെ ടേൺ ആകുമ്പോൾ മാത്രമേ അവർ സംസാരിക്കുള്ളൂ, ഇതൊക്കെ ഇന്നലെ പറഞ്ഞാണ് കേട്ടോ. അതേപോലെ തന്നെ റെറ്റിസെന്റ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഇറ്റ് ഇസ് വെർബോസ്. അടുത്ത വേർഡ് നോക്കാം, മെർത്ത്. മെർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മെർത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ്
ഹാപ്പി ആണ് അല്ലെ. മെർത്ത് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹാപ്പി എന്നുള്ളൊരു മീനിങ് ആണ് മെർത്ത്. ഓക്കെ, വീണ്ടും SERT ആണ്. മെർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ബെർത്ത് ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെ. ഒരു കുട്ടി ജനിച്ചു, ബെർത്ത് ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് ഓർക്കാം. അപ്പൊ മെർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പിനെസ്. മെർത്ത് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്. ഇനി അടുത്തത് പെൻസീവ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ പറയില്ലേ, ഈ വൊക്കാബുലറി പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് വാക്കുകൾ എന്തായാലും അറിഞ്ഞിരിക്കണം എന്ന് പറയും അല്ലെ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു വേർഡ് ആണ് പെൻസീവ് എന്ന് പറയുന്നത്. പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് വേഗം പറഞ്ഞേ. പെൻസീവ്. പെൻസീവ് എന്ന് പറഞ്ഞാല് റിഫ്ലക്റ്റീവ് ആണ്. എന്താണ്? റിഫ്ലക്റ്റീവ്. റിഫ്ലക്റ്റീവ് കേട്ടോ. അതായത് നമുക്ക് ജസ്റ്റ് ഓർക്കാം, നമ്മൾ എക്സാമിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പെൻ വെച്ചിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും അല്ലെ. എന്നിട്ട് നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം പേപ്പറിലേക്ക് റിഫ്ലക്ട് ചെയ്യും. നമ്മുടെ മൈൻഡിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം റിഫ്ലക്ട് ചെയ്യും എന്ന് ഓർത്തു വെക്കാം. അപ്പൊ പെൻസീവ് എന്ന് പറഞ്ഞാൽ പെൻ വെച്ച് നമ്മളിങ്ങനെ മൈൻഡിലുള്ള കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്റ്റീവ്. വാട്ട് ഇസ് പെൻസീവ്? റിഫ്ലക്റ്റീവ്. പോണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പോണ്ടർ. പോണ്ടർ എന്ന് പറഞ്ഞാല് വേഗം പറഞ്ഞോളൂ. തിങ്ക് ആണ്. ആലോചിക്കുക. തിങ്ക് ആണ് കേട്ടോ. പോണ്ടർ എന്ന് പറഞ്ഞാല് തിങ്ക് എന്നുള്ളൊരു മീനിങ് ആണ്. പോണ്ടിലേക്ക് ചില ആൾക്കാരുണ്ടാവും അല്ലെ, പോണ്ടിലേക്ക് ചാടണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പൊ പോണ്ടർ എന്ന് പറഞ്ഞാൽ തിങ്ക് ആണ്. ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. പഠിച്ചേക്കുക. പോണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്ക് ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു വേർഡ് ഉണ്ട്, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടംപ്ലേറ്റ്. കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ PSCയുടെ PYQ ആണ് കേട്ടോ. കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ടു തിങ്ക് ഡീപ്ലി. തിങ്ക് ഡീപ്ലി ആണ് കണ്ടംപ്ലേറ്റ് കേട്ടോ. കണ്ടംപ്ലേറ്റ്. അല്ല, നമ്മൾ ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയില്ല, അതേപോലെ അത്രയും കാര്യമായിട്ടുള്ള ഒരു ആലോചനയാണ് നമ്മൾ കണ്ടംപ്ലേറ്റ് എന്ന് പറയാം. പോണ്ടർ എന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്യുക, കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് എന്നുള്ളൊരു വ്യത്യാസമാണ് അവിടെ വരുന്നത്. അപ്പൊ കണ്ടംപ്ലേറ്റ് നമ്മൾ എങ്ങനെയാ ആലോചിക്കുക? ഇപ്പൊ നമ്മളൊരു ബുഫയ്ക്കൊക്കെ പോയി എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മള് പ്ലേറ്റ് കണ്ടു കഴിയുമ്പോ, കണ്ടംപ്ലേറ്റ് അല്ലേ, അപ്പൊ പ്ലേറ്റ് കണ്ടു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും അല്ലെ. കാര്യമായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും, എന്തെടുക്കണം എന്നൊക്കെ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കും എന്ന് ഓർത്തു വെക്കാം. അപ്പൊ കണ്ടംപ്ലേറ്റ്. കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്ക് ഡീപ്ലി. കാര്യമായിട്ട് ചിന്തിക്കുക. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കുക. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പോണ്ടർ എന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്യുക, കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ തിങ്ക് ഡീപ്ലി ആണ്. അതേസമയം പെൻസീവ് എന്ന് പറഞ്ഞാലും ഏതാണ്ട് ഒരേ മീനിങ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. റിഫ്ലക്റ്റീവ് ആണ് കേട്ടോ. റിഫ്ലക്റ്റീവ് ആണ്. അടുത്ത് നോക്കാം, വിൻഡിക്കേറ്റ്. വിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യുക അല്ലെ, ന്യായീകരിക്കുക അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുക. അതാണ് വിൻഡിക്കേറ്റ്. വിൻഡിക്കേറ്റ്. ഓക്കെ. ഇനി അതേസമയം വിൻഡിക്റ്റീവ് ഉണ്ട്. വിൻഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിവെഞ്ച് എടുക്കുന്ന, റിവെഞ്ച്ഫുൾ ആണ് കേട്ടോ. ഇത് തമ്മിൽ മാറിപ്പോവരുത്. വിൻഡിക്കേറ്റും ഉണ്ട്, അതേസമയം വിൻഡിക്റ്റീവും ഉണ്ട്. വിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യാം, വിൻഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിവെഞ്ച്ഫുൾ. ഓക്കെ. നമുക്ക് വിൻഡിക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വിൻഡിക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ വിൻഡിക്കേറ്റ്, അഡ്വക്കേറ്റ് അല്ലെ, അഡ്വക്കേറ്റ് ഒക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നൊക്കെ ഓർക്കാം. അപ്പൊ വിൻഡിക്കേറ്റ് വരുമ്പോഴാണ് ജസ്റ്റിഫൈ വരുന്നത്. അതേസമയം വിൻഡിക്റ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് റിവെഞ്ച്ഫുൾ. വിൻഡിക്റ്റീവ് ആണെങ്കിൽ എന്താണ്? റിവെഞ്ച്ഫുൾ ആണ്. ഇംപെറ്റുവസ്. ഇംപെറ്റുവസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് അല്ലെ. ഇംപെറ്റുവസ്, പെട്ടെന്ന് തന്നെ അല്ലെ. പെറ്റുവസ്, പെട്ടെന്ന് തന്നെ, വയലന്റ് ആയിട്ടുള്ള. ഓക്കെ, പെട്ടെന്ന് തന്നെ വയലന്റ് ആയി എന്നൊക്കെ ഓർക്കാം. ഓക്കെ. അപ്പൊ ഇംപെറ്റുവസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് മീൻസ് വയലന്റ് ആണ് കേട്ടോ. ഇംപെറ്റുവസ് വയലന്റ് ആണ്, പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇസ് പ്രൂഡന്റ്. പ്രൂഡന്റ് എന്ന് പറഞ്ഞാൽ വൈസ് ആണ്. പ്രൂഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈസ് ആയിട്ടുള്ള. ഓക്കെ, നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു അല്ലെ. പ്രൂഡന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വൈസ് ആണ്. എക്സ്ട്രാ വേഗന്റ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ലാവിഷ് ആവുക നമ്മൾ പറഞ്ഞിരുന്നതാണ്. സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ ഫ്രൂഗൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും വാക്കുകൾ ഒന്നും കൂടെ നോക്കാം, സ്പീഡിൽ നോക്കാം. സാൽവർ നമ്മൾ പറഞ്ഞു ട്രേ ആണ് അല്ലെ. 4 പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേയിലായിരിക്കും ചായ കൊടുക്കാന്ന് ഓർക്കാം. ക്ലാമർ എന്ന് പറഞ്ഞാൽ നോയ്സി. അതേപോലെ തന്നെ ബോയ്സ്ട്രസ്. ബോയ്സിന് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അവര് ബഹളം ഉണ്ടാക്കും, നോയ്സി. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ പാൻഡേമോണിയം എന്ന് പറഞ്ഞില്ലേ, പാൻഡേമോണിയം, നോയ്സി. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ക്ലാമർ എന്ന് പറഞ്ഞാൽ എന്താ? നോയ്സി. അതേപോലെ തന്നെ ബോയ്സ്ട്രസ്. ഓക്കെ. അടുത്ത് നോക്കാം, ഗ്യാരുലസ്. ഗ്യാരുലസ് എന്ന് പറഞ്ഞാൽ വെർബോസ് ആണ് അല്ലെ. അതേപോലെ തന്നെ ലൊക്കേഷ്യസ്. അതിന്റെ ആന്റണിയം ആയിട്ട് പറയാവുന്ന 2 വേർഡ്സുകളാണ് ടാസിറ്റേണും റെറ്റിസെന്റും. ഓക്കെ അല്ലേ. മെർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മെർത്ത്. മെർത്ത് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു കുട്ടി ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് വരും എന്ന് ഓർക്കാം.
പെൻസീവ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റീവ്. പെൻസീവ്, റിഫ്ലക്റ്റീവ്. പോണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്യുക അല്ലെ. കണ്ടംപ്ലേറ്റ് ആണെങ്കിലോ തിങ്ക് ഡീപ്ലി. വിൻഡിക്കേറ്റ്, വിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യുക. അപ്പോ വിൻഡിക്റ്റീവ് ആണെങ്കിലോ റിവെഞ്ച്ഫുൾ. വിൻഡിക്കേറ്റ്, ജസ്റ്റിഫൈ, വിൻഡിക്റ്റീവ്, റിവെഞ്ച്ഫുൾ. ഇംപെറ്റുവസ്, പെട്ടെന്ന് തന്നെ. ഇംപെറ്റുവസ്, വയലന്റ് ആയിട്ടുള്ള അല്ലെ. പെട്ടെന്ന് തന്നെ വയലന്റ് ആയി നോക്കാം. പ്രുഡന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വൈസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം ബിസെയർ. ബിസെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ PYQ ആണ് കേട്ടോ. ബിസെയർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ ബസാർ എന്നൊക്കെ ആലോചിക്കാം അല്ലെ. ബിസെയർ എന്ന് പറയുമ്പോൾ ബസാർ, പല ബസാറിലും ചിലപ്പോൾ തെഫ്റ്റും അങ്ങനെയുള്ള റോബറി കാര്യങ്ങളൊക്കെ നടന്ന് കുറെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ ബിസെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബസാർ ആലോചിക്കുക. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള. ഓക്കെ, വാട്ട് ഇസ് ഇറ്റ്? സ്ട്രേഞ്ച് എന്നുള്ള മീനിങ് ആണ് ബിസെയർ. ഇനി കജോൾ എന്ന് പറഞ്ഞാൽ എന്താ? കജോൾ, കജോൾ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റർ ആണ് അല്ലെ. പുകഴ്ത്തുക, കജോൾ. നമ്മുടെ ഫിലിം ആക്ട്രസ് കജോളിനെ തന്നെ ഓർക്കാം. കുറെ പേരൊക്കെ പുകഴ്ത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഫ്ലാറ്റർ, ഫ്ലാറ്റർ എന്നുള്ളൊരു മീനിങ് ആണ് കജോൾ. ഓക്കെ, അതേപോലെ തന്നെ ഫ്ലാറ്റർ പറഞ്ഞപ്പോഴാണ് ഈ പോംപസ് എന്ന് പറഞ്ഞുള്ള വാക്കറിയാവോ? പോംപസ് എന്താണ്? പോംപസ്, പോംപസ് എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ ഫ്ലാറ്റർ ചെയ്യുക അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുക. പോംപസ്, പൊങ്ങച്ചം, അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. പോംപസ്, പോ വെച്ചിട്ട് തന്നെ പൊങ്ങച്ചം അല്ലെങ്കിൽ ഫ്ലാറ്ററർ. ഓക്കെ, അല്ലെങ്കിൽ സൈക്കോഫെന്റ് എന്ന് പറയും അല്ലെ. സൈക്കോഫെന്റ്, സൈക്കോഫെന്റ്, സൈക്കോഫെന്റ് എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ പൊങ്ങച്ചം പറയുന്ന സൈക്കോഫെന്റ്. നമുക്കൊരു സൈക്കോ ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ടെന്ന് ഓർക്കാം കേട്ടോ. നമുക്ക് സൈക്കോ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, എപ്പോഴും പൊങ്ങച്ചം പറയുന്ന, എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ പോംപസ് ആണെങ്കിലും സൈക്കോഫെന്റ് ആണെങ്കിലും എല്ലാം അതിന്റെ മീനിങ് എന്താ? ഫ്ലാറ്റർ ചെയ്യുക, അതായത് പുകഴ്ത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ബോസ്റ്റ് ചെയ്യുക അല്ലെ. ഇനി അബ്സേർഡ്, അബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്സേർഡ് എന്ന് പറഞ്ഞാൽ പ്രപ്പോസ്റ്ററസ്. എന്താണ്? പ്രപ്പോസ്റ്ററസ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്സേർഡ് കിട്ടുന്നില്ല, അപ്പോഴാണ് പ്രപ്പോസ്റ്ററസ് അല്ലെ. അബ്സേർഡ് അല്ലെങ്കിൽ പ്രപ്പോസ്റ്ററസ് അല്ലെങ്കിൽ റിഡിക്യുലസ് അല്ലെങ്കിൽ ഫൂളിഷ്, ഇതിനൊക്കെ ഒരേ മീനിങ് ആണ് വരുന്നത് കേട്ടോ. അബ്സേർഡ് അല്ലെങ്കിൽ പ്രപ്പോസ്റ്ററസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഫൂളിഷ്, ഫൂളിഷ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഫൂളിഷ് എന്നുള്ളൊരു മീനിങ് ആണ് അബ്സേർഡ്, പ്രപ്പോസ്റ്ററസ് എന്നൊക്കെ വരുന്നത്. അല്ലെങ്കിൽ റിഡിക്യുലസ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, റിഡിക്യുലസ് അല്ലെ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ സേർഡ്സ് എന്ന് കേട്ടിട്ടില്ലേ? മാത്സിലെ സേർഡ്സ്, നമ്മൾ √2 √3 എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന സംഭവം. ഓക്കെ, അപ്പൊ മാത്സിലെ സേർഡ്സും അതേപോലെ തന്നെ ഇംഗ്ലീഷിലെ പ്രപ്പോസിഷൻ ആലോചിക്കാം. ഓക്കെ, ഇംഗ്ലീഷിലെ പ്രപ്പോസിഷൻ, അതായത് പ്രപ്പോസ്റ്ററസ് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ മാത്സിലെ സേർഡ്സും ഇംഗ്ലീഷിലെ പ്രപ്പോസിഷനും അറിയില്ലെങ്കിൽ നമ്മൾ ഫൂളിഷ് ആണ് എന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അബ്സേർഡ് എന്ന് പറഞ്ഞാലും പ്രപ്പോസ്റ്ററസ് ആണ്. ഞാൻ പ്രപ്പോസിഷൻ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പ്രപ്പോസ്റ്ററസ് എന്ന് പറഞ്ഞാലും വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് മീൻസ് ഫൂളിഷ് അല്ലെങ്കിൽ റിഡിക്യുലസ്. റിഡിക്യുലസ് കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അഡ്ജേൺ, അഡ്ജേണിന്റെ സിനോണിം എന്താണ്? അഡ്ജേൺ എന്ന് പറഞ്ഞാൽ, അഡ്ജേൺ എന്ന് പറഞ്ഞാല് പോസ്റ്റ്പോൺ ചെയ്യുക അല്ലെ. അഡ്ജേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക. നമ്മുടെ ജേർണിയൊക്കെ പല കേസുകളിലും ചിലപ്പോൾ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അഡ്ജേൺ എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്പോൺ ചെയ്യുക. അഡ്ജേൺ ചെയ്യുക എന്ന് പറഞ്ഞാല് പോസ്റ്റ്പോൺ ചെയ്യുക. ഓക്കെ, ഇനി എബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എബേറ്റ്, എബേറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? എബേറ്റ് റെഡ്യൂസ് ചെയ്യുക, കുറയുക. ഓക്കെ, റെഡ്യൂസ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ എബേറ്റ് എന്ന് പറയുമ്പോഴേ എ ബൈറ്റ് എന്ന് ആലോചിക്കാം. എ ബൈറ്റ്, ഒരു കടി. ഇപ്പൊ നമ്മൾ ചോക്ലേറ്റ് തന്നെ ഇപ്പൊ ഒരു കടി എടുക്കുകയാണെങ്കിൽ അല്ലെ, ഒരു ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ആ ചോക്ലേറ്റ് റെഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ എബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എ ബൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. റെഡ്യൂസ് ചെയ്യുക. കിട്ടുന്നുണ്ടല്ലോ. എബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസ് ചെയ്യുക. ഇനി വേറൊരു വാക്കുണ്ട് എബെറ്റ്. എബെറ്റ് എന്ന് പറഞ്ഞാല് എന്താ? എൻകറേജ് ചെയ്യുക. ഓക്കെ, എബെറ്റ് തമ്മിൽ മാറിപ്പോരുത്. ഇപ്പോഴത്തെ നമ്മുടെ PSCയുടെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും അതും കൂടെ പഠിക്കാൻ നോക്കുക. എ ബൈറ്റ് എന്ന് പറഞ്ഞാല് റെഡ്യൂസ് ചെയ്യാം. എ ബെറ്റ്, എ ബെറ്റ് എന്ന് പറഞ്ഞാൽ എൻകറേജ്. ഇപ്പൊ നമ്മുടെ തന്നെ ചില ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ, ഈ ബെറ്റ് അടിക്കാനായിട്ടൊക്കെ എൻകറേജ് ചെയ്യുന്ന എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. അല്ലെങ്കിൽ എബെറ്റിനകത്ത് ഒരു ഉണ്ട്, ഈ സ്റ്റാൻഡ്സ് ഫോർ എൻകറേജ് എന്നുള്ള രീതിയിലും വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഓക്കെ, പിന്നെ എബോർ ഉണ്ടല്ലോ. എബോർ എന്ന് പറഞ്ഞാൽ എന്താ? എബോർ എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് അല്ലെങ്കിൽ ഡിസ്ലൈക്ക്, വെറുപ്പ് എന്നൊക്കെ ഒരു മീനിങ് ആണ് എബോർ. എബോർ എന്ന് പറയുമ്പോൾ നമുക്ക് ബോർ ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെ. ബോർ അടിക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല എന്ന് ഓർക്കാം. ഓക്കെ, ബോർ അടിക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല, ഹെയ്റ്റ് ആണ് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? എബേറ്റ് പഠിച്ചു, എബൈറ്റ് പഠിച്ചു, എബെറ്റ് പഠിച്ചു, അതേപോലെ തന്നെ എബോറും പഠിച്ചു. ആക്രിമോണിയസ്, ആക്രിമോണിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്രിമോണിയസ് സിനോണിം ആണ്
ഒരു ബിറ്റർ ആയിട്ടുള്ള, ബിറ്റർ എന്ന് പറഞ്ഞാല് ബിറ്റർ ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു എന്താ പറയാ, ഒരു കയ്പേറിയിട്ടുള്ള, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് തല്ല് പിടിച്ച് കഴിയുമ്പോൾ ഒരു ആക്രിമോണിയസ് അല്ലെ. അപ്പൊ ബിറ്റർ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ നമ്മൾ പറയുന്ന ഓരോ കണക്ഷൻസും ജസ്റ്റ് നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടുക എന്നുള്ള രീതിയിൽ പറയുന്ന കണക്ഷൻസ് ആണ് കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെ കാണണേ. ആക്രിമോണിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആക്രി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. ഈ ആക്രിക്കാരായിട്ട് ചെറുതായിട്ടൊന്ന് തല്ല് പിടിച്ചു എന്നോ, അങ്ങനെ ബിറ്റർ ഫീലിംഗ് വന്നു എന്നൊക്കെ ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ആക്രിമോണിയസ് ഇറ്റ് മീൻസ് ബിറ്റർ. ഇനി നോയൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നോയൽ. നോയൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്മസ് ആണ് അല്ലെ. ക്രിസ്മസ് ആണ് നോയൽ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തേക്ക് കയറാം. ആഗ്നി. ആഗ്നിയുടെ സിനണിം ആണ് ചോദ്യം. ആഗ്നി എന്ന് പറഞ്ഞാല് എന്താണ്? പെയിൻ ആണ്. അഗ്നിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി അറിയാത്തവർ, ഇപ്പൊ ഇംഗ്ലീഷ് തീരെ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ആഗ്നിയൊക്കെ നമുക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളായിരിക്കും. ആഗ്നി എന്ന് പറഞ്ഞാല് പെയിൻ ആണ്. അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അഗ്നിയായിട്ട് കണക്ട് ചെയ്യാം. അല്ലെ, നമ്മൾ തീയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ, അഗ്നിയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പെയിൻ വരുമെന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഇസ് ആന്റിപ്പതി. ആന്റിപ്പതി എന്ന് പറഞ്ഞാൽ പറയാവോ? എന്താണ് ആന്റിപ്പതി? അൺഫ്രണ്ട്ലി. ഓക്കെ, അൺഫ്രണ്ട്ലി. അപ്പൊ നമുക്ക് ആന്റിയുടെ, നമ്മുടെ ഓണ്ട് എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ, ഓണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ആന്റി. ആന്റിയുടെ പതി. പതി എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദിയിൽ ഹസ്ബൻഡ് അല്ലെ. അതായത് ആന്റിയുടെ പതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അങ്കിളെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു അങ്കിളിനെ ഓർക്കാം. ഓക്കെ, അപ്പൊ ആന്റിപ്പതി എന്ന് പറഞ്ഞാൽ എന്താ? അൺഫ്രണ്ട്ലി ആയിട്ടുള്ള. ഇതും ഈ പറഞ്ഞ പോലെ അറിയേണ്ട ഒരു വാക്കാണ് ആന്റിപ്പതി. പഠിച്ചു വെച്ചേക്ക്. ആന്റിപ്പതി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അൺഫ്രണ്ട്ലി. അൺഫ്രണ്ട്ലി. ഹൊസ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഹൊസ്റ്റൈൽ. ഹൊസ്റ്റൈൽ എന്ന് പറഞ്ഞാലും അൺഫ്രണ്ട്ലി ആയിട്ടുള്ള. ഓക്കെ ഓക്കെ, അടുത്ത് നോക്കാം. ക്ലാൻഡസ്റ്റൈൻ. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഒരു സീക്രറ്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇൻവെസ്റ്റൈൻ തന്നെ ഓർക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഇൻവെസ്റ്റൈൻ ഒക്കെ ഇങ്ങനെ സീക്രറ്റ് ആയിട്ട് അകത്ത് വെച്ചേക്കാണെന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ അതേപോലെ ക്ലാൻഡസ്റ്റൈൻ. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്രറ്റ് ആണ്. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ സീക്രറ്റ്. ഓക്കെ, അടുത്ത് ലൂസിഡിറ്റി. ലൂസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ക്ലാരിറ്റി ഉള്ള, നല്ല ക്ലിയർ ആയിട്ടുള്ള കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുള്ള, നല്ല ക്ലാരിറ്റി ഉള്ള ഒന്നിനെയാണ് ലൂസിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ലൂസിഡിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി. ഓക്കെ, അത് പഠിച്ചേക്കണേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ആ 10 വാക്കുകൾ നമുക്ക് ഒന്നും കൂടെ വേഗം റിവൈസ് ചെയ്യാം അല്ലെ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഫ്രം ഫസ്റ്റ് പ്രൂഡന്റ് എന്ന് പറഞ്ഞാല് വൈസ് ആണ്. ഓക്കെ, എക്സ്ട്രാവേഗന്റ് എന്ന് പറഞ്ഞാല് ലാവിഷ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. പിന്നെ ബിസെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസാർ ഓർക്കാം, സ്ട്രേഞ്ച് ആയിട്ടുള്ള. കെജോൾ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റർ ആണ്. പോംപസ്, സൈക്കോഫന്റ് എന്ന് പറയും. അബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രപ്പോസ്ട്രസ് ആണ്, ഫൂളിഷ്, റിഡിക്കുലസ്. ഇല്ല, ഇതൊക്കെ മൈൻഡിലോട്ട് വരണം കേട്ടോ. അഡ്ജേൺ എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്പോൺ ചെയ്യുക. അഡ്ജേൺ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. എബേറ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക അല്ലെ. എബോർ എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് ചെയ്യുക. എബെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എൻകറേജ് ചെയ്യുക. ആക്രിമോണിയസ്. എന്താണ് ആക്രിമോണിയസ്? ബിറ്റർ ആയിട്ടുള്ള. നോയൽ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആണ് അല്ലെ. ക്രിസ്മസിന് നമ്മൾ എല്ല് പോലും ബാക്കി വെക്കില്ല എന്ന് ഓർക്കാം അല്ലെ. ക്രിസ്മസ് നോ എല്ല്, എല്ല് പോലും ബാക്കി വെക്കില്ല എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ആഗ്നി എന്ന് പറഞ്ഞാൽ പെയിൻ ആണ്. ആന്റിപ്പതി എന്ന് പറഞ്ഞാൽ അൺഫ്രണ്ട്ലി അല്ലെങ്കിൽ ഹോസ്റ്റൈൽ. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? സീക്രറ്റ് ആയിട്ടുള്ള. ലൂസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാരിറ്റി. ലൂസിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി. ഇനി അടുത്ത് നോക്കാം. എപ്രൈസ്. എപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്രൈസ്. എപ്രൈസ് എന്ന് പറഞ്ഞാല് ജഡ്ജ് ആണ് കേട്ടോ. ജഡ്ജ് ആണ്. എപ്രൈസ് എന്ന് പറഞ്ഞാല് ജഡ്ജ് ആണ്. ഇപ്പൊ നമുക്ക് ചില ആൾക്കാരെ ജഡ്ജ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അവരെ പുകഴ്ത്താം. നമ്മൾ പറയില്ലേ, പ്രൈസ് ചെയ്യാന്ന് പറയില്ലേ. അപ്പൊ ജഡ്ജ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അവരെ പുകഴ്ത്താം എന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, എപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡ്ജ് ചെയ്യാണ്. എപ്രൈസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ജഡ്ജ്. ഇനി ജെനിയൽ എന്ന് പറഞ്ഞാലോ? ജെനിയൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നിനെയാണ് ജെനിയൽ എന്ന് പറയാ കേട്ടോ. ജെനിയൽ. ജെനിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്ലി. ജെനിയൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫ്രണ്ട്ലി. ഇനി ലൊക്കേഷ്യസ് നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്. ലോക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ടോക്കറ്റീവ് അല്ലെ. ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ്. ആന്റണിയം ആയിട്ട് വരുന്നത് ടാസിറ്റേൺ, റിറ്റിസന്റ് ഒക്കെ വരും. ഡിപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? തീർന്നു പോകുക അല്ലെങ്കിൽ ഡിപ്ലീറ്റ് ചെയ്യുക, കുറഞ്ഞു വരിക. എക്സോസ്റ്റ് ചെയ്യുക അല്ലെ. എക്സോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ SCRT ആണ്. ഡിപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എക്സോസ്റ്റ് ആണ് കേട്ടോ. ഡിപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ആണ്. വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞാല് വില്ലിംഗ് ആയിട്ടുള്ള അല്ലെ. വോളണ്ടിയേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാമിന് വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് എന്താ ചെയ്യുന്നത്? വില്ലിംഗ് ആയിട്ടുള്ള. അവർക്ക് സെൽഫായിട്ട് തോന്നിയിട്ട് അവർ വില്ലിംഗ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് വോളണ്ടറി. ഓക്കെ, അപ്പൊ വോളണ്ടറി ഇറ്റ് മീൻസ് ഓൾ ഇറ്റ് മീൻസ് വില്ലിംഗ്. വില്ലിംഗ് ആണ്. റെഫ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ?
റെഫ്യൂട്ട് ഡിനൈ ചെയ്യുക അല്ലെ. റെഫ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റെഫ്യൂസ് എന്ന് ഓർക്കാം. റെഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ ഡിനൈ ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് റെഫ്യൂട്ട്. ഓക്കെ, റെഫ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താ മൈൻഡിലേക്ക് വരണ്ടേ? റെഫ്യൂസ്. റെഫ്യൂസ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ചീറ്റ് ചെയ്യുക. ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചീറ്റ് ചെയ്യുക ആ പേരിൽ നിന്ന് തന്നെ കിട്ടേണ്ടതാണ് അല്ലെ. ഒരു ഫ്രോഡ് ആണ്. അപ്പൊ ഡിഫ്രോഡ്. ഡിഫ്രോഡ് എന്ന് പറഞ്ഞാല് ചീറ്റ് ചെയ്യുക കേട്ടോ. ഡിഫ്രോഡ്, ചീറ്റ് ചെയ്യുക. ഇനി മിസറബിൾ. മിസറബിൾ ആയിട്ടുള്ള ലൈഫ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. എന്താണ് മിസറബിൾ എന്ന് പറഞ്ഞാൽ? അൺഹാപ്പി ആണ്. ഓക്കെ, മിസറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഹാപ്പി. വളരെ സാഡ് ആയിട്ടുള്ള, അൺഹാപ്പി എന്നുള്ളൊരു മീനിങ് ആണ് മിസറബിൾ. നോക്കാം. ടാർട്ട് ആണ്. ടാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡ് ആണ് അല്ലെ. നമ്മൾ ടാർട്ടാറിക് ആസിഡ് എന്നൊക്കെ പറയില്ല, അതേപോലെ ഓർത്തു വെക്കാം. ടാർട്ട് എന്ന് പറഞ്ഞാൽ ആസിഡ്. ഓക്കെ, ആസിഡ് ആണ്, അല്ലെങ്കിൽ വളരെ ഷാർപ്പ് ആയിട്ടുള്ള. ഓക്കെ ഓക്കെ ഇനി അടുത്ത് നോക്കാം. കോർണർ. കോർണർ എന്ന് പറഞ്ഞാൽ ട്രാപ്പ് ചെയ്യുക അല്ലെ. ഇപ്പൊ ഒരാൾ ഒരു കോർണറിൽ എത്തി, നമുക്ക് കുറച്ച് സുഖമായിട്ട് അയാളെ ട്രാപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാപ്പ് ചെയ്യുക. കോർണർ എന്ന് പറഞ്ഞാൽ ട്രാപ്പ് ചെയ്യുക. സെസ്റ്റ്. സെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെസ്റ്റ്. സെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റോ, അതായത് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കേട്ടോ. എന്തൂസിയാസ്റ്റിക് അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള അതിനെയാണ് സെസ്റ്റ് എന്ന് പറയുക കേട്ടോ. സെസ്റ്റ്. ഓക്കെ, ഗസ്റ്റോ. ഗസ്റ്റോ എന്ന് പറഞ്ഞാലും വെരി ഹാപ്പി അല്ലെങ്കിൽ എന്തൂസിയാസ്റ്റിക് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഹാഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ബാർഗെയിൻ ചെയ്യുക. ഹാഗിൾ CRT ആണ്. ഹാഗിൾ എന്ന് പറഞ്ഞാൽ ബാർഗെയിൻ ആണ് കേട്ടോ. നമുക്ക് ഈ ഹാഗിൾ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ബാങ്കിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. നമ്മൾ ഈ ബാങ്കിളിനൊക്കെ വേണ്ടി ഇടയ്ക്ക് ബാർഗെയിൻ ചെയ്യും അല്ലെ. അങ്ങനെ ഓർത്തു വെക്കാം. അപ്പൊ ഹാഗിൾ എന്ന് പറയുമ്പോൾ ബാർഗെയിൻ ചെയ്യുക. ഹാഗിൾ ചെയ്യാന്ന് പറഞ്ഞാല് ബാർഗെയിൻ ചെയ്യുക. ബാങ്കിൾ പോലെ ഓർക്കാം കേട്ടോ. ഇനി ഇമ്പല് ചെയ്യാന്ന് പറഞ്ഞാല് ഇമ്പൽ. ആ ഇമ്പലിൽ നിന്ന് തന്നെ നമുക്കൊരു കമ്പൽ ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെ. കമ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ചെയ്യുക. അപ്പൊ കമ്പല് ചെയ്യുക എന്ന് പറഞ്ഞാല് ഫോഴ്സ് ചെയ്യുക. ഇമ്പല് പോലെ തന്നെ കമ്പൽ കേട്ടോ. അപ്പൊ ഇമ്പൽ ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി ത്രോങ്. ത്രോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രോങ്. ത്രോങ് എന്ന് പറഞ്ഞാൽ ഒരു മാസ് ആണ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എന്താ പറയാ, ഒരു ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മുടെ മാസും വെയിറ്റിന്റെ മാസം അല്ല. ഒരു ഗ്രൂപ്പ് ഓഫ്, ഒരു മോബ് ഓഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു കൂട്ടം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് സ്ട്രോങ്. അപ്പൊ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിരിക്കും എന്ന് വേണമെങ്കിൽ ഓർക്കാം. ഓക്കെ, സ്ട്രോങ് ആയിരിക്കും. അപ്പൊ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ആണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ക്യുവർ. ക്യുവർ എന്ന് പറഞ്ഞാൽ ഷിവർ. ഓക്കെ, ക്യുവർ എന്ന് പറഞ്ഞാൽ PYQ ആണ്, PSC PYQ ആണ്. ക്യുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിവർ കേട്ടോ. ക്യുവർ എന്ന് പറഞ്ഞാൽ ഷിവർ ആണ്. അപ്പൊ അവിടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാനുള്ള വേറൊരു വാക്കുണ്ട്, ക്യോർ. ക്യോർ ഫിഷ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലെ. സ്ട്രേഞ്ച് പേഴ്സൺ. ഈ ക്യോർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രേഞ്ച് ആണ് കേട്ടോ. ക്യോർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സ്ട്രേഞ്ച്. ക്യുവർ എന്ന് പറഞ്ഞാൽ ഷിവർ. ക്യുവർ എന്ന് പറഞ്ഞാൽ ഷിവർ ആണ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ലൈക്ക് ആണ്. ഡിസ്ഗസ്റ്റ്. ചില ഗസ്റ്റ് വീട്ടിൽ വരണം നമുക്ക് ഇഷ്ടമല്ല അല്ലെ. ഡിസ്ലൈക്ക് ആണെന്ന് ഓർത്തു വെക്കാം. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ലൈക്ക്. ഡിസ്ഗസ്റ്റ്, ഡിസ്ലൈക്ക്. പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള അല്ലെ. പ്രോക്സിമേറ്റ്ലി എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ തന്നെ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ്. ഓക്കെ, ക്ലോസ്നെസ്. ഇനി അടുത്തത് ടാർണിഷ് ചെയ്യാന്ന് പറഞ്ഞാല് ടാർണിഷ്. ഈ ടാർ എന്നുള്ള വാക്കിൽ തന്നെ നമുക്ക് കണ്ടാമിനേറ്റ് ആയിട്ട് ഓർക്കാമല്ലോ അല്ലെ. കണ്ടാമിനേറ്റഡ് വാട്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, മലിനീകരിച്ചിട്ടുള്ള. അപ്പൊ അതേപോലെ തന്നെ ടാർണിഷ്. ഇപ്പൊ നമ്മുടെ വണ്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പിലൊക്കെ ടാർ ആയി കഴിഞ്ഞാൽ അത് ചീത്തയാവും അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ആവും എന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. ടാർണിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാമിനേറ്റ്. ടാർണിഷ് എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റ്. പ്രോഡിഗൽ. പ്രോഡിഗൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇന്നലെ പഠിച്ചതാണ് പ്രോഡിഗൽ. പ്രോഡിഗൽ എന്ന് പറഞ്ഞാല് വേഗം പറ. എക്സ്ട്രാ വേഗന്റ് അല്ലെ. എക്സ്ട്രാ വേഗന്റ്, ലാവിഷ് ആവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എക്സ്ട്രാ വേഗന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രാ വാങ്ങിയിട്ട് ലാവിഷ് ആയി എന്നൊക്കെ ഓർത്തു വെക്കുക അല്ലെ. അപ്പൊ പ്രോഡിഗൽ. പ്രോഡിഗൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രാ വേഗന്റ് ആണ്. എക്സ്ട്രാ വേഗന്റ് അല്ലെങ്കിൽ ലാവിഷ് ആവുക അല്ലെ. തെറ്റി പോകുന്നുണ്ടെങ്കിൽ പ്രോഡിഗൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആറ് മാറ്റി കഴിയുമ്പോൾ പൊടി. പൊടി എന്നുള്ള രീതിയിൽ കിട്ടില്ലേ. പൊടി പൊടിക്കുക അല്ലെ. നമ്മൾ പൈസയൊക്കെ പൊടി പൊടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ലാവിഷ് ആവുക എന്നൊക്കെ ഓർത്തു വെക്കുക. പ്രോഡിഗലും ഉണ്ട്, ഫ്രൂഗലും ഉണ്ട് കേട്ടോ. ഫ്രൂഗൽ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിഞ്ചി അല്ലെ, പിശുക്കുള്ള. അപ്പൊ പ്രോഡിഗലും ഫ്രൂഗലും തമ്മിൽ മാറിപ്പോവണ്ട. പ്രോഡിഗൽ എന്ന് പറഞ്ഞാല് എന്താണ്? എക്സ്ട്രാ വേഗന്റ്, പൊടി പൊടിക്കുക എന്നുള്ള രീതിയിൽ ഓർക്കാം. ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിഞ്ചി ആണ്. ഓക്കെ
ഓക്കെ. അപ്പൊ ഇത്രയും വാക്കുകളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 80 സിനോണിംസോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സുകളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും അതിന്റെ സിനോണിം ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കമന്റ് ചെയ്യാൻ ആരും മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമുക്ക് അടുത്ത വൊക്കാബുലറി ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.